ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്താണ് വിശേഷം? സുഖം എല്ലാവർക്കും വീട്ടിലുള്ളത്. അപ്പോൾ നമ്മളെ അക്കരത്തിലെ മീൻ, പുതിയ മീനിട്ട് കേട്ടോ, പുതിയ ഗപ്പി അക്കരത്തിൽ പുതിയ മീൻ, 3 ആണും 1 പെണ്ണും കണ്ട. ഗപ്പീസ് പിന്നെ ചെടിയെല്ലാം വെച്ച് കണ്ട, ചെടിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പെൺഗപ്പി കണ്ട, ഈ പെൺഗപ്പി ഇന്നലെ പ്രസവിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈറ്റിങ്ങളാ ഞാൻ ഒരു 5-6 ദിവസം മുമ്പ് വാങ്ങിയതാ. എന്നിട്ട് അക്കിയടുത്തുനിന്ന് മീനിലിങ്ങനെ ഒരു 3-4 മീൻ ചത്തില്ലേ, 3-4 ഗപ്പി ചത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ചത്തതിന് ശേഷമാണ് ഞാൻ ഇത് പോയിട്ട് വാങ്ങി ഈ ഈറ്റിങ്ങളാ, ഈ മീനാ. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഏതായാലും ഈറ്റിങ്ങളൊക്കെ കിണറ്റിലിടാന്ന്. ഒരു ദിവസം അക്കിയടത്തിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് കിണറിലിട്ട് എന്നിട്ട് ഇന്നലെ ഞാൻ കിണറിന്ന് ഈറ്റിങ്ങളെ പിടിച്ചു. അപ്പോൾ ഈ പെണ്ണിനെയും കിണറിന്ന് പിടിച്ചിട്ട് ഈ അക്കെടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ 2 കുഞ്ഞുങ്ങളെ കാണുന്നു. 2-3 കുട്ടികൾ, കുഞ്ഞു മീൻ. അപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ ഈന എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ വേഗം ബക്കറ്റിലേക്ക് മാറ്റി. അതുപോലെ കുഞ്ഞുങ്ങളെയും ബക്കറ്റിലേക്ക് മാറ്റി, ഒരു ബക്കറ്റിലാക്കി. ഒരു 10-20 ചില്ലറ കുഞ്ഞുങ്ങൾ ഉണ്ട് വേറെ ബക്കറ്റിൽ, അടുക്കള വശം വേറെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആണണ്ട, ഇതിപ്പോൾ 3 ആണും 1 പെണ്ണും ഉള്ളത്. ഇതിൻ്റെ എല്ലാം വേറെ 2 പെണ്ണും കൂടി ഉണ്ട് അത്രേ. ആ 2 പെണ്ണും പ്രസവിക്കാനായി. അതുകൊണ്ട് ഞാൻ ഐറ്റങ്ങളെയും വേറെ ബക്കറ്റിലാക്കി പ്രസവിക്കുക. കാരണം ഈറ്റിങ്ങ ഇതിൽ നിന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മീൻ തിന്നു, മീൻ കുഞ്ഞുങ്ങളെ തിന്നു, സ്പോട്ടിൽ തിന്നു, പായിച്ച് പിടിച്ച് തിന്നു. അതുകൊണ്ട് ഞാൻ വേഗം ബക്കറ്റിലാക്കി. അതുകൊണ്ട് 10-20 ചില്ലറ കുഞ്ഞുങ്ങൾ ഇപ്പം അപ്പുറത്തെ ബക്കറ്റിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈലിനെ പ്രസവിച്ചിരുന്നു ഇന്നലെ. അപ്പോൾ ഒന്ന് ഈ കല്ലിൻ്റെ ഇടയിലാറ്റം കൂടിക്കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് അത് ഞാൻ ഇതിൽ നിന്ന് ഉള്ള കുഞ്ഞുങ്ങളെല്ലാം കോരി വേറെ ബക്കറ്റിലാക്കില്ല. അപ്പോൾ പിന്നീട് അതിൽ നിന്ന് എണീച്ച് വന്നു ഒരു കുഞ്ഞ്. ആ കുഞ്ഞിപ്പൂ ഇടുണ്ട് അത്രേ, പക്ഷേ അതിനെ പിടിക്കാൻ കിട്ടൂല. കാര്യം ഞാൻ കണ്ട ചെടിയെല്ലാം വെച്ച് സെറ്റാക്കി. ചെടി കണ്ട, അപ്പോൾ ഇത് ഒറിജിനൽ ചെടിയാട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ ഇടയിൽ എവിടെയോ ഒരു കുഞ്ഞുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരത്തെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു, മുകളിലെല്ലാം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ചെടിയില്ലോണ്ട് ഈറ്റിങ്ങൾക്ക് പായ്ച്ചാൽ കിട്ടൂല. ഈറ്റിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പോവല്ല, അതിങ്ങനെ ഒന്ന് മുട്ടുമ്പോൾ തന്നെ ഒറ്റ പാച്ചിലങ്ങ് പായുന്നു, ടാക്ക് എന്നിട്ട് പോകുന്നു. അപ്പോൾ ഈ ചെടിയില്ലോണ്ട് കിട്ടൂല, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ ഇടയിൽ എവിടെയോ ഞാൻ കണ്ടിന്, ഈടെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പാനലിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയോ ഉണ്ട് ഒരു കുഞ്ഞ്, ഒറ്റ കുഞ്ഞേ ഇല്ലൂ, ഇവിടെയോ ഉണ്ട്. എടുത്തു എല്ലാം കൂടി ബുതിങ്ങാടേ ബുതിങ്ങാമോ. ഇതാ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അത് അങ്ങോട്ടേക്ക് പോയി. ഒരു കുഞ്ഞുണ്ട്, ഇന്നലെ ഉണ്ട്. ഞാൻ അതിനെ ബുതുങ്ങുന്നു, അപ്പോഴേക്ക് ബുതുങ്ങിയില്ലേ. ചെടീൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ചുറ്റുന്നായിട്ട് ഒറ്റ പോക്കങ്ങ് പോകുന്നു. അതുകൊണ്ട് ബുതുങ്ങാൻ കിട്ടൂല, മീനിന് ബുതുങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോൾ റാഞ്ചിന്ന് ചോദിച്ചാൽ മതി, സ്പോട്ടിൽ തിന്നും. ചെറിയ കുഞ്ഞല്ല, പൊടിക്കുഞ്ഞല്ല, ഇത്ര പോരേ ഉണ്ടാവുമല്ലോ. പൊടിക്കുഞ്ഞാണ്ട് വേഗം തിന്നാൻ കിട്ടും. പക്ഷെ പായുന്നുണ്ട്, പായിച്ചാൽ കിട്ടുകയും ചെയ്യില്ല, പായുന്നുണ്ട് സാധനം. അതാ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട ഇതാ പോയി അതിൻ്റെ ബാക്കിലേക്ക് പോയി. അവിടെ എവിടെയോ പോയിട്ടുണ്ട്, എവിടെയുണ്ട്? ആ സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 പെൺഗപ്പി, ഇതിൻ്റെ 2 പെൺഗപ്പി ബക്കറ്റിലുണ്ട്, പ്രസവിക്കാനായിട്ടുണ്ട്, ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പ്രസവിക്കാനാകുമ്പോൾ മാറ്റണം. ഈ അക്കരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ കുഞ്ഞുണ്ടാവുമല്ലോ. ഈ 2 ഗപ്പിയും ഒരുമിച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുഞ്ഞാവും. അപ്പോൾ പിന്നെ ഇത് ഈറ്റിങ്ങെല്ലാം തിന്നു, അതും തിന്നു, ഇതും തിന്നു, എല്ലാം തിന്നു, പെട്ടെന്ന് തിന്നു. വാങ്ങിയിട്ട് ഒരു 3-4 ദിവസം തന്നെ പ്രസവിച്ചിനി. ഇതാ കുഞ്ഞിതാ, ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ട പോകുന്നുണ്ടാ കാണുന്നുണ്ടെങ്ക ഇതാ കണ്ടോ, അത് കുഞ്ഞിയാന്ന്. നല്ലൊരു സാധനം കട പോയി ഇപ്പോഴത്തെ കൂടെ കാണാൻ നോക്കട്ടെ. ഇതാ അതാ പോയി. ആ അതെ, ജോഡിക്ക് 120 റുപ്യാണ് ഇനി ഈ മീനിന്, ജോഡിക്ക് 120 റുപ്യ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 20 ചില്ലറ കുഞ്ഞ് ബക്കറ്റിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിണറിൽ ഞാൻ പറഞ്ഞില്ല, കിണറിൽ നിന്ന് ഇന്നലെ എടുത്ത ഗപ്പിയാണ് പ്രസവിച്ചത്. അതായത് ഒരു 4-5 ദിവസം മുമ്പ് കിണറിലിട്ട്, എന്നിട്ട് ഇന്നലെ ഞാൻ എടുത്തിട്ട് അക്കിയെടുത്തിട്ടതാണ്. ഇട്ടിട്ട് ഒരു 1 മണിക്കൂർ ആകുമ്പോൾ പ്രസവിച്ചിട്ട് കണ്ടിന്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കിണറിൽ നിന്ന് പ്രസവിച്ച് തുടങ്ങിനോന്നറിയില്ല. അങ്ങനെ കിണറിലുണ്ടാവും, അതിന് വലുതായാലേ കിട്ടൂലൂ. കിണറിന് എന്തായാലും പെട്ടെന്ന് വലുതാവും, പാവിയെല്ലാം തിന്നുകൊണ്ട് പെട്ടെന്ന് വലുതാവും കിണറിന്.
ഇതാ ഇതാ കണ്ട 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 കാണുന്നുണ്ടെങ്ക ഇതാ പോകുന്നുണ്ടാ ആ പോയി 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 ഇതാ ഇതാ കണ്ട ഇതാ ഇതാ പോന്ന തെറിച്ച് പോന്നു കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഇതാ ഒരു പൊടി കണ്ട ഇല്ല റാഞ്ചിയിട്ടില്ല. ഞാൻ വിചാരിച്ച റാഞ്ചിന്ന് അതിനെ കിട്ടൂല. അത് അതിനെ പായിക്കുന്നുണ്ട്. അതിൻ്റെ അമ്മേനെ ഇതാ അതിൻ്റെ അമ്മേനെ പായിച്ചാൽ അങ്ങ് പോയി. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അമ്മേനെ തിന്നു. ആ ഒരു കുഞ്ഞാടുക്കട്ടെ അതിന് ഈ ചെടീനെ എടുക്കുന്ന എടുക്കൽ പണിയാണ്. ഈ ചെടീനെ എടുക്കുന്ന എടുക്കൽ പണിയാണ്. അതിനെ കിട്ടുകയും ചെയ്യില്ല. പായിച്ചതിന് ആ ചെടീൻ്റെ ഇടയിലേക്ക് പോകും. അപ്പോൾ ഈ ചെടി നല്ലതാട്ടാ. പ്രസവിക്കാനായ മീനെല്ലാം ഇങ്ങനത്തെ ചെടി ഇപ്പം ബക്കറ്റിലാക്കിയാൽ ബക്കറ്റിൽ ഇങ്ങനത്തെ കുറച്ച് ചെടി ഇടണം. ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതുവേ അതിൻ്റെ ഇടയിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ പായ്ച്ച കിട്ടൂലല്ലോ, സുഖം. അത് ബാക്കിയാവും. അല്ലെങ്കിൽ എല്ലിനും ഈ അമ്മച്ചിയും മറ്റുള്ള മീനെല്ലാം തിന്നു. അമ്മച്ചി തന്നെ തിന്നു. അമ്മച്ചീനെ മാത്രം ഇപ്പോൾ ഒരു ബക്കറ്റിൽ പ്രസവിക്കാനാക്കിയാലും ആ അമ്മച്ചി തന്നെ തിന്നു. അപ്പോൾ ചെടി ഉണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാൻ കിട്ടൂല. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും ആ പ്രസവിച്ച മീനെ കാണിച്ചു തരാം. പ്രസവിച്ച മീനല്ല, പ്രസവിക്കാനാക്കിയ 2 മീനില്ലേ, 2 ഗപ്പിനെ ഞാൻ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെയും കാണിച്ചു തരാം. കുഞ്ഞുണ്ട്. കുഞ്ഞു ഗപ്പിനെ കാണിച്ചു തരാം. ഈ 10-20 ചില്ലറ കുഞ്ഞുണ്ട്. ഇതാ പ്രസവിക്കാനായ ഗപ്പിന ഇട്ട ടാങ്ക്. ഇതിൽ 2 ഗപ്പി പ്രസവിക്കാനുണ്ട്. ശരിക്കും ഓരോന്നിലേക്ക് മാറ്റണം. 2 ഗപ്പി അടിയിലുണ്ട്, 2 ഗപ്പീസ് ഉണ്ട്. അങ്ങനെ മാറ്റി കാണിച്ചാൽ ഇതിങ്ങനെ മെല്ലെ നീക്കിയാൽ കാണാൻ നോക്കട്ടെ. കണ്ട 2 ഗപ്പി ഉണ്ട് അടിയിൽ. അതാ കണ്ട അത് രണ്ടും പ്രസവിക്കാനായതാ. എടുത്തു പ്രസവിച്ചിനാ ഇല്ല കണ്ട 2 കണ്ട 2 പ്രസവിക്കാനായതോ പ്രസവിക്കും. കണ്ട 2 ഏകദേശം ആയിന്. ഓരോന്നിനും ഓരോ ബക്കറ്റിലിടണം. ഈ ചെടി വെച്ചാൽ ചെടി ശരിക്കും കുറച്ച് താലോളം പോകണം. ഇത് പൊന്തിക്കുന്നുണ്ട്. കുറച്ച് താലോളം ഉണ്ടെങ്കിൽ കുഞ്ഞുമീൻ അടിയിലാണെങ്കിൽ അതിൻ്റെ ഇടയിലെല്ലാം പോയി കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയ കല്ലിന് ഈ ചെടി കൊളുത്തിയിട്ട് ഇടണം. എന്നാൽ പിന്നെ അടിയിൽ പോയി നിൽക്കും. അതിൻ്റെ അക്കിടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തേ. അക്കിടത്തിലെ കളർ കല്ലില്ലേ അതിന് കൊളുത്തിയിട്ട് താരക്കിട ഇതിന്. അപ്പോൾ അടിയിൽ പോയിട്ട് നിന്നു. അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മരം പോലെ നല്ല രസമാണ്. അപ്പോൾ ഇതിപ്പം കുറച്ചിങ്ങനെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. ഇല്ല പ്രസവിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങളിതാ ഇന്നലെ പ്രസവിച്ച കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ടേ. ഇതിലുണ്ട്. കണ്ട പൈന്നുണ്ട. ആ ചെടി ഇങ്ങനെ ഇട്ട് കൊടുത്തിനി എന്തെങ്കിലും തിന്നിയാക്കെല്ലാം ചെയ്തോട്ട് വെച്ചിട്ട്. ചെടി ഉണ്ടെങ്കിൽ ഇനിൻ്റെ ഇതെല്ലാം തിന്നിട്ട് നല്ല ഇതാൻ പറ്റും. കണ്ട ആ സൈഡിലെല്ലാം കണ്ട കുഞ്ഞു കണ്ട ഏതാണ്ട 20 ചില്ലറ കുഞ്ഞുണ്ട്. 20 ചില്ലറ എടുത്തു. കണ്ട എടുത്തു കണ്ട കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞു കണ്ട പായുന്നുണ്ടോ? ഇതെല്ലാം കുഞ്ഞാണ്. ആ കാണുന്നെല്ലാം കുഞ്ഞാ. കണ്ട ഇതിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രസവിക്കാനായ 2 എണ്ണം അടിയിലുണ്ട്. നല്ല പരിപാടിയാട്ടാ. പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഞാൻ ഒരു 3-4 ഗപ്പിനെയും കൂടെ വാങ്ങാൻ പോയത്. അക്കിടത്തിലിടാൻ എന്നും ഗപ്പീസ് വേണം. പ്രസവിക്കാനായതുണ്ടെങ്കിൽ നന്നായി. ഇത് സെറ്റാണ്. കണ്ട ഇതിലെന്നും കുറച്ചും കൂടെ ഇപ്പോൾ 4 ഗപ്പിയേ ഇല്ല. അപ്പോൾ ഇന്നലെ ഇത് പ്രസവിച്ചില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ എന്ത് ബക്കറ്റ് നീലക്കന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വയറെല്ലാം കുറഞ്ഞു. കണ്ട ചെറിയ വയറെല്ലാം കുറഞ്ഞു. അപ്പോൾ ഏകദേശം പ്രസവിച്ച് കഴിഞ്ഞു. ഓരോ ഗപ്പി പ്രസവിച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. 30 ചില്ലറെല്ലാം ഉണ്ടാവും. ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം സെർച്ചാക്കി നോക്കി. അപ്പോൾ അതിൽ 30 ചില്ലറ കുട്ടികളെ കിട്ടുന്ന വീഡിയോസ് എല്ലാം കണ്ടിന്. 30 ചില്ലറ കുട്ടികളെല്ലാം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അത് ഓരോ ഇതുപോലെയാണ്. ഇപ്പോൾ 20 ചില്ലറയാണ്. ഇനി 20 ചില്ലറ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ഇനി കിണറിനെ പ്രസവിച്ച് തുടങ്ങിയെന്നൊന്നും അറിയില്ല. കിണറിൽ തന്നെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണം കിണറിന്ന് ഇനി വളർന്ന് വലുതാകുമായിരിക്കും. പോവാ. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഞാനിവിടെ അറിയാം കീച്ചേരി പോയിട്ട് മീൻ വാങ്ങട്ടെ. പുതിയ ഗപ്പികൾ ഇതന്നെ. ഈ ഒരു ടൈപ്പ് ഗപ്പി തന്നെ ഞാൻ വാങ്ങുന്നത്. ഈ ഒരു ടൈപ്പ് ഒരു 3-4 ഗപ്പിയും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതാക്കിക്കാൻ അക്കരം കാണാൻ നല്ല രസമുണ്ടാവും. പ്രസവിക്കാനാകുമ്പോൾ നമുക്ക് മാറ്റാം, വേറെ സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം. സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ ഗപ്പി അങ്ങനെ പറയണ്ട, ഫിഷ് ഷോപ്പിലേക്ക്, ടീച്ചേരിയിലേക്ക് കേട്ടോ, ഫിഷ് ഷോപ്പിലേക്ക് ഗപ്പിനെ വാങ്ങാൻ. വേറെ മീനൊന്നും എനിക്ക് ഇപ്പം താല്പര്യമില്ല.
ഇപ്പം ഗപ്പി 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 എനിക്ക് പണ്ടേ ഉള്ള ഇതാന്ന്. പണ്ടേ ഞാൻ ചെറുപ്പത്തിൽ ചെറുതില്ലല്ലോ ഗപ്പിനെ പോറ്റു. ഗപ്പീന, പ്രാവിന ഇഷ്ടം പോലെ ഉണ്ടായിന് ആ സമയത്ത്. പ്രാന്താന്ന് ആ സമയത്ത് പ്രാവിൻ്റെ. മെയിനായിട്ട് പ്രാവ് തന്നെ മെയിനായിട്ട്. പിന്നെ ഗപ്പി, ഇതെല്ലാം തന്നെ ഒരു ടൈമിന്. ഒരു രസമല്ലേ ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതന്നെ ഇതാവും. അതാ പ്രശ്നം. ആച്ചി ഇപ്പോൾ പണ്ട് ഞാനത് വിട്ട്. പിന്നെ ഒരു ടൈമിന് അത് വിട്ട്. പിന്നെ ആച്ചി ഈ അടുത്ത് അക്കിയറോ സെൻട്രലിൽ, നമ്മളെ വീട്ടിലെ സെൻട്രലിൽ അക്കിയറോ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. ആച്ചി കുറച്ച് മീൻ വാങ്ങുമ്പോൾ പിന്നെ ഞാനും മീൻ വാങ്ങി. ആ സമയത്ത് ഞാനും പിന്നെ ബെഡ്റൂമിലേക്ക് ചെറിയ കുഞ്ഞക്കരം വാങ്ങി. കുഞ്ഞക്കരം അങ്ങനെ വീണ്ടും എനിക്ക് ഇത് വന്നു പണ്ടത്തെ പോലെ തന്നെ വീണ്ടും. പക്ഷെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ തന്നെ. ഭയങ്കര രസമല്ലേ പ്രാവിനും ഈ മീനിനും, കളർ മീനല്ലോ ഭയങ്കര രസമാണ്. ഫ്രണ്ട്സ് അങ്ങനെ പാപ്പനശ്ശേരി എത്തി. എൻ്റെ മക്കളെ പാപ്പനശ്ശേരി പാലത്തിന് മുകളിലുള്ള കുഴി കണ്ടിനാ. കുഴി അല്ലാത്ത കുഴി കേട്ടോ. ഏതാ കുഴി? ഭയങ്കര കുഴി. പാപ്പനശ്ശേരി പാലത്തിന് മുകളിൽ കിട്ടലം പോലത്തെ കുഴി. ബൈക്കെല്ലാം ശ്രദ്ധിക്കാണ്ട് ഈ ലോറിൻ്റെയും കാറിൻ്റെ എല്ലാം ബേക്കിറ്റേ വരുമ്പോൾ, അതായത് കാറിൻ്റെയും ലോറിൻ്റെ എല്ലാം ബേക്കിറ്റേ വരുമ്പോൾ, ബൈക്കിൻ്റെ കാര്യം പറയുന്നത്, കാറിൻ്റെയും ലോറിൻ്റെ എല്ലാം ബേക്കിത്തെ ബൈക്ക് വരുമ്പോൾ കുഴി കണ്ടിന്ന് വരില്ല. കുട്ടിങ്ങനെ പോയിട്ട് അതിൽ വീകുമ്പം എല്ലാം ഇറക്കിയിട്ട് അങ്ങനെ വീണിട്ട് പോയിക്കോട്ട്. പക്ഷെ വെട്ടിച്ചാലുണ്ടല്ലോ, വെട്ടിക്കാൻ നിൽക്കണ്ട. വെട്ടിച്ച് കഴിഞ്ഞാൽ വീകും, പണിയാവും. വീട്ടിങ്ങനെ മുമ്പിലെല്ലാം കുഴി കണ്ടാൽ പെട്ടെന്ന് വെട്ടിക്കരുത്. വീട്ടിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ കാറിൻ്റെ എല്ലാം ബേക്കിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു കുഴി മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വെട്ടിക്കരുത് കേട്ടോ. അതിൽ മെല്ലെ ഇറങ്ങിയിട്ട് പോയിക്കോട്ട്. കുറച്ച് പിടിച്ചാൽ സ്ലോ ആക്കിയാൽ മതി. ബ്രേക്ക് പിടിച്ച് സ്ലോ ആക്കിയാൽ മതി. വീട്ടിങ്ങനെ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല, ബാക്കിൽ നിന്ന് വണ്ടി വന്നടിക്കും. അപ്പോൾ വെട്ടിക്കരുത്. വെട്ടിച്ചതിനാൽ പണിയായി. വെട്ടിച്ചതിനാൽ പിന്നെ നോക്കാനില്ല, നിലത്ത് പോവും. ഓക്കെ, ഇത് പറഞ്ഞിട്ടില്ലാന്നുണ്ടോ, ശ്രദ്ധിച്ചോളണം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഇവിടെ എത്തിയേട്ടാ, ഫിഷിൻ്റെ ഷോപ്പിലെത്തി. ഗപ്പീസ് ചെയ്താ നമ്മളെ അക്കരത്തിലുള്ള സാധനം ഇതാ എന്താ. പിന്നെ ഒരു വെറൈറ്റി സാധനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളി സാധനം. ഇതിൽ 2 എടുക്കുന്നുണ്ട് ഞാൻ. വേണ്ട നോക്കിയാ നല്ല രസമില്ലേ, ഒരു സീബ്ര പോലെ ഇതായിട്ട് ഡോട്ടായിട്ട്. ഇത് ജോഡിക്ക് 120, ഇത് ജോഡിക്ക് 120. നോക്കട്ടെ ഫ്രണ്ട്സ്, ഇവിടുന്ന് പോയാന്ന് കേട്ടോ. മീനെടുത്ത് 2 ജോഡി ഗപ്പീനെ വാങ്ങി, 2 ജോഡി. ഞാൻ പറഞ്ഞേ ആ മോഡൽ തന്നെ. ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി, കുറച്ച് മീനെയും പക്ഷീനെല്ലാം നോക്കി. പക്ഷീനല്ല, മീനെല്ലാം പലതരം മീനെല്ലാം ഉണ്ടല്ലോ, മീനെല്ലാം നോക്കി. ഓക്കെ, 6:44 ഇപ്പോൾ. 6:44. ഇവിടുത്തെ സ്റ്റാഫ് ഞാൻ പറയുമ്പോൾ എന്നോട് ഇങ്ങനെ പറ പറയുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് പോകും സ്റ്റേ കണ്ടോ, ഇത് രസമല്ലേ. ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് വീഡിയോയിൽ ഇത് പറയുമ്പോൾ എന്നോട് ഇനി ആരോടെ ഈ പറ പറയുന്നത്. ക്യാമറ കാണില്ല, ഞാൻ ക്യാമറ കയ്യിലാണ് ഉള്ളത്. അത് മിന്നാന്നേ അങ്ങനെ. മിന്നാന്ന് ഞാനും തഫീം വന്നാൽ എന്നോട് നീ ആരോടെ ഈ പറ പറയുന്നത്. അപ്പം മറ്റേ പെണ്ണുകാരന് ബ്ലോഗാണ് കോമഡി. അവർ പോയി. അവരെ 6:45, ശരിക്കും ഇത് 6:45 വരെ ഉണ്ട് കേട്ടോ. 6:45, 7 മണി, ലാസ്റ്റ് ഫൈനൽ 7 മണി. 6:45 വരെ, 6:30 വരെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. 6:45 വരെ എല്ലാം ഉണ്ട്. ഇപ്പോൾ 6:45 ആയല്ല.